മക്കളെ അസ്സാം വലൈക്കും വറഹമത്തുള്ള മർഹബം ബിക്കും ഇലാ ഫസ്ലിൻ ജദീദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫഹിംന അനിൽ മിഹൻ കുറേ ജോലിക്കാരെ അല്ലേ ഉമ്മാലുകളെ പരിചയപ്പെട്ടു. മൻഹുവൽ അവൽ അഷുർത്തീയ് പിന്നെ ആരാണ് അത്വബീബ്, സുമമൻ അൽ മുമരിള, സുമമൻ അൽ മുദരിസ്, സുമ അൽ മുദരിസ, സുമൽ മുഹാമി. അങ്ങനെ കുറേ ആളുകളെ പരിചയപ്പെട്ടു അല്ലേ. ഇവരെല്ലാം ചെയ്യുന്നത് ഓരോ മെഹനത്താണ്. എന്താണ് മക്കളെ? മെഹനത്ത്, ജോലിയാണ് അല്ലേ. എല്ലാ ജോലിക്കാരും നമുക്ക് ഓരോ ഉപകാരം ചെയ്യുന്നവരാണ് അല്ലേ. അതുകൊണ്ട് നമ്മൾ എല്ലാ ജോലിയെയും ബഹുമാനിക്കണം, എല്ലാ ജോലിയെയും ഇഷ്ടപ്പെടണം. അപ്പോൾ നമുക്കിഞ്ഞൊരു പാട്ട് പാടിയാലോ? എന്താണ് നമ്മുടെ പാട്ടെന്നറിയോ? ഉഹിബ്ബു മിഹനത്തി, ഐ ലവ് മൈ ജോബ്, ഐ ലവ് മൈ ജോബ്. നിങ്ങൾ എന്ത് ജോലി ചെയ്യാനും തയ്യാറാവണം, അതാ പറയണം. നോക്കൂ, നമുക്ക് പാട്ട് പാടാം അല്ലേ. ഇത് നല്ലൊരു പാട്ടാണ്, സാറൊന്ന് പാടി നോക്കാം. മക്കളും കൂടി പാടുവോ? മാ അജ്മലൽ മിഹാന നബ്നി ബിഹൽ വതാന ഹയ്യാ ബിനാ ഈദാന نسعى بلا ملالة أحب مهنتي بكل قوتي أزيد همتي وأترك الكسل أقوم في الصباح أمشي إلى الفلاح أحقق النجاح بالجد والأعمال مواظب أنا وأتقن الأعمال ما أجمل المهان نبني بها الوطن. لا എന്നെ പാടും മക്കളെ. മാ അജ്മലൽ മിഹാന നബ്നി ബിഹൽ വതാന. പാടിക്കേ. ഹയ്യാ ബിനാ ഈദൻ നസ്ആ ബിലാ മലാല ഉഹിബ്ബു മിഹ്നതി ബികുല്ലി ഖുവതി. അല്ലേ? ബികുല്ലി ഖുവതി. അസീദു ഹിമ്മതി വ അതുർകുൽ കസല സുമ്മ അഖൂമു ഫിസ്സബാഹി അംശി ഇലൽ ഫലാഹി ഉഹക്കികുൻ നജാഹ بالجد والآمال مواظب أنا وأتقن الأعمال ما أجمل المهان نبني بها الوطن. നല്ല പാട്ടല്ലേ? എന്നായി പാടൂലേ? അപ്പം നമ്മളെന്താ പറഞ്ഞേ? ഉഹിബ്ബു മിഹ്നത്തി, ഐ ലവ് മൈ ജോബ് അല്ലേ. നിങ്ങൾക്ക് എന്ത് ജോലി കിട്ടിയാലും യു വാണ്ട് ടു ലൈക്ക് ദാറ്റ്, അതിനിഷ്ടപ്പെടണം. എന്താ പാടുന്നത്? മാ അജ്മലൽ ബിഹൻ, ജോലികളൊക്കെ എന്ത് ഭംഗിയാ അല്ലേ. നബ്നി ബിഹൽ വതാന, ഈ ജോലികളൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് നാടുണ്ടാവുള്ളൂ അല്ലേ. ഈ നാട്ടിൽ ആരൊക്കെ ഉണ്ടാവണം? ഡോക്ടർ വേണം, അധ്യാപകൻ വേണം, പിന്നെ ആര് വേണം? എന്താണ്, നേഴ്സ് വേണം, പോലീസ് വേണം, കൃഷിക്കാർ വേണം, കമ്പ്യൂട്ടർ എഞ്ചിനീയർ വേണം, അക്കൗണ്ടൻറ്റ് വേണം അല്ലേ. എല്ലാവരും വേണം. പിന്നെ അതുകൊണ്ട് ഹയ്യാ ബിനാ ഈദൻ, എങ്കിൽ വാമ കൂട്ടുകാരെ നമുക്ക് എന്ത് ചെയ്യാം? നസ്ആ ബിലാ മലാല, മടിയില്ലാതെ വർക്ക് ചെയ്യാം, മടിയില്ലാതെ വർക്ക് ചെയ്യാം. ഉഹിബ്ബു മിഹ്നതി, ഐ ലവ് മൈ ജോബ്, എനിക്ക് എൻ്റെ ജോലി ഇഷ്ടമാണ് കേട്ടോ. എങ്ങനെ? ബികുല്ലി ഖുവതി, ബികുല്ലി ഖുവതി,
ഫുൾ പവറോടെ, പവർ കൂവത്ത് പവർ കേട്ടോ, എൻ്റെ ഫുൾ ശക്തിയോടെ അതെനിക്ക് നല്ല ഇഷ്ടമാണെന്ന്. അസീദു ഹിമ്മാതി, എന്ത് ചെയ്യും, ഞാൻ എൻ്റെ ധൈര്യം വർദ്ധിപ്പിക്കും, ഞാൻ മാറി നിൽക്കില്ല. ഹിമ്മത്ത് ധൈര്യം കേട്ടോ. വാ അതുറുക്കുൽ കസല, എന്താ അതുറുക്കു, ഞാൻ ഒഴിവാക്കും. എന്തൊഴിവാക്കും? അൽ കസൽ, മടിയേ. നമുക്ക് മടി വരൂല്ലേ കുറച്ച് കഴിഞ്ഞാൽ, ഇനി വയ്യ, അതൊന്നും പറ്റില്ല. വാ അതുറുക്കുൽ കസല, മടിയില്ലാതെ നമ്മൾ പഠിച്ചാലാണ് ശരിക്കും നിങ്ങളുടെ പണി എന്താപ്പോ? മരം വെട്ടാൻ പോണോ, ചോറുണ്ടാക്കാൻ പോണോ, ഡോക്ടറിൻ്റെ പണി എടുക്കണോ? ഇല്ല. ഇപ്പം നിങ്ങളുടെ പണി എന്താ? കസലില്ലാതെ പഠിക്കുക അല്ല മക്കളെ. പിന്നെ ഖൂമു ഫിസ്സബാഹി, ഞാൻ രാവിലെ എണീക്കും. എന്നിട്ടോ അംഷി ഇലൽ ഫലാഹി, ജയിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നു. എന്നുവെച്ചാൽ ഞാൻ അതിൻ്റെ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള പണികൾ ചെയ്യും എന്നാ പറയുന്നത് കേട്ടോ. ഹക്കി കുന്നജാഹ, ഞാൻ വിജയം സാധ്യമാക്കും, വിജയം നേടും. നജാഹ് വിജയം അല്ലേ, നിങ്ങൾ നേടില്ലേ? ബിൽ ജിദ്ദി വൽ അമാലി, എങ്ങനെയാണ് വിജയം ഉണ്ടാവുക? ബിൽ ജിദ്ദി വൽ അമൽ. ജിദ്ദ് എന്ന് പറഞ്ഞാൽ അധ്വാനിക്കണം, വർക്ക് ചെയ്യണം. വൽ അമൽ, ജോലി ചെയ്യണം കേട്ടോ. മുവാലിബുൻ ആന, ഞാൻ എപ്പോഴെങ്കിലും അല്ല, മുവാലിബുൻ സ്ഥിരമായി ചെയ്യുന്ന. വൗത്തിഖിനുൽ അമാല, എന്തെങ്കിലും ചെയ്യാന്നല്ല, ഉത്തിഖിനു നന്നായി ചെയ്യും. അൽ അമൽ, ജോലിയെ ഞാൻ നന്നായി ചെയ്യും. മാജ്മലൽ മിഹാന നബ്നി ബിഹൽ വതന, മാ അജ്മലൽ മിഹൻ, എത്ര നല്ല ജോലികളാ. നബ്നി ബിഹൽ വതൻ, അതിലൂടെ നമുക്ക് നമ്മുടെ നാടിനെ നിർമ്മിക്കാം, നമ്മുടെ നാടിനെ നമുക്ക് മേക്ക് ചെയ്യാം എന്നാണ് പറയുന്നത് കേട്ടോ. മനസ്സിലായില്ലേ മക്കൾക്ക്? കവിത മനസ്സിലായില്ലേ? ഇനി മക്കൾ കുറച്ച് ആക്ടിവിറ്റി ഉണ്ട് ഇവിടെ. നഖ്താറു മിനൽ മൻളൂം അൽഫാദുൽ മഖ്തൂമ ബിന്നൂൻ. ഹുനാക ബഅദുൽ അൽഫാദ് അൽ മഖ്തൂമ ബിന്നൂൻ. നൂന് കൊണ്ടുള്ള അവസാനിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ് മക്കളെ? പറയൂ, ഏതൊക്കെയാണ്? അൽ മിഹൻ അല്ലേ, ഈദൻ, പിന്നെ അൽ വതൻ, പിന്നെ ഏതാണ്? കഴിഞ്ഞോ? അത്രേ ഉള്ളൂ അല്ലേ, അത്രേ ഉള്ളൂ അല്ലേ. അതെ. പിന്നെ ഇതിൻ്റെ അവസാനത്തിലും കിടക്കുന്നുണ്ട് അല്ലേ, ഇവിടെയുണ്ട് മിഹൻ. അത് വീണ്ടും ഒരുക്ക് വന്നുകൊണ്ട് വീണ്ടും എഴുതണ്ട. അപ്പോൾ അതൊക്കെയാണ് നൂനിൽ അവസാനിക്കുന്നത്. സുമ്മ മാത, അപ്പോൾ അത്രയും വാക്കുകൾ, വരിയിട്ട വാക്കുകൾ മക്കൾ ഇവിടെ എഴുതണം. ഇനി നഖ്താറു മിനൽ മൻളൂം അൽ അൽഫാദ് അൽ മഖ്തൂമ ബിൽ യാ, യാവിൽ അവസാനിക്കുന്നത് എത്രണ്ണമുണ്ട്? പറയൂ മക്കളെ. മിഹ്നത്തി, ഖുവതി അല്ലേ, ഹിമ്മതി, അത്രയല്ലേ ഉള്ളൂ. ഈ 3 വാക്കുകൾ മക്കളെ എവിടെ എഴുതണം? ഇവിടെ എഴുതണം. ഫഹംതും? സുമ്മ അൽ അൽഫാദ് ബില്ലാം, ലാമിൽ അവസാനിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? പറയൂ, ഏതൊക്കെയാണ്? എളുപ്പമല്ലേ? മലലി, പിന്നെ കസലി, പിന്നെ അമലി. അത്രയുള്ളോ? വീണ്ടും ഒരു അമലി ഉണ്ട്. അത്രയാണ് എന്ത് ചെയ്യുന്നത്? ലാമിൽ അവസാനിക്കുന്ന വാക്കുകൾ. കസൽ, മലൽ, അമൽ. അത് മക്കൾ എവിടെ എഴുതണം? ഇതിലെഴുതണം. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇനി മക്കൾ ഇവിടെ ഒരു പദ്യവും കൂടി ഉണ്ടാക്കണം. എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം? ഇത് നോക്കൂ മക്കളെ, ഇവിടെ നമ്മൾ പഠിച്ചൊരു പദ്യം ഉണ്ട് അല്ലേ. മാജ്മലൽ മിഹാന നബ്നി ബിഹൽ വതന ഹയ്യാ ബിനാ ഈദൻ നസ്ആ ബിലാ മാലാലി. അതുപോലെ ഇവിടെ നെഹ്റിനെ കുറിച്ച് പൂർത്തിക്കണം. നെഹ്ർ എന്ന് വെച്ചാൽ എന്താ? നദി അല്ലേ. അപ്പോൾ നമ്മളെന്ത് പറയണം? ഇവിടെ കുറച്ച് വാക്കുകളുണ്ട്. ഹയ്യ ഇല, വരൂ. ബഹർ, കടൽ. കസൽ, മടി. മാജ്മൽ, എന്ത് ഭംഗി. അപ്പോൾ ഇവിടെ അൽ മിഹൻ എന്ന് പറഞ്ഞ പോലെ അന്നഹർ ഉണ്ട് അല്ലേ. അപ്പോൾ അതേ വാക്ക് മാ അജ്മലൽ മീ എങ്ങനെ കൊടുക്കാം നമുക്ക്?
മാ അജ്മലന്നഹറ, എത്ര നല്ല നദി അല്ലേ. ബാക്കി എന്ത് പറയണം? അടുത്തത് ഡാഷ് ഇലൽ ബഹർ, വരൂ എന്ന് പറയണം അല്ലേ, കടലിലേക്ക് വരൂ എന്ന്. അപ്പോൾ പറയാം ഹയ്യ ഇലൽ ബഹരി, ഈ ഇല വേണ്ട കേട്ടോ, ഇവിടെ നമുക്ക് ഇല ഒഴിവാക്കാം. തുമ്മ പിന്നെ അദ്ദിയാഫ്, അതിഥികൾ. ഇതിലിവിടെ ഒരു വാക്ക് ഇല്ല, അത് തെറ്റായിട്ടാണ് മക്കൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ജമീഉന എന്ന് പറയണം. ജമീഉനല്ലിയാഫു, നമ്മളെല്ലാവരും അതിഥികളാണ്. നൽഹു ബില, നമുക്ക് കളിക്കാം. ബില കസലി, മടിയില്ലാതെ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒരു വാക്ക് സാർ ഇവിടെ ജമീഉനല്ലിയാഫു നൽഹു ബില കസലി, അങ്ങനെ കൊടുക്കാം. ഓക്കെ, അങ്ങനെ എഴുതാം കേട്ടോ. അതാണ് അതിൽ ചെയ്യാനുള്ള പദ്യം. ഇനി അത് അടുത്ത വരി നോക്കാം നമുക്ക്. ഊഹിബ്ബു മിഹ്നാതി ബികുല്ലി ഖുവ്വതി, എൻ്റെ ജോലി എനിക്ക് ഇഷ്ടമാണ്, ശക്തമായ ഇഷ്ടമാണ്. അസീദു ഹിമ്മത്തി, ഞാൻ ധൈര്യം വർദ്ധിപ്പിക്കും. വാത്രുക്കുൽ കസൽ, ഞാൻ മടി ഒഴിവാക്കും. അപ്പോൾ ഇത് എങ്ങനെ പറയാം? ഇതേ വാക്കല്ലേ. ഊഹിബ്ബു മൻസിലി, എൻ്റെ വീട് എനിക്കിഷ്ടമാണ്. ബികുല്ലി ഫർഹതി, വളരെ ഇഷ്ടമാണ്. അസീദു ഹിമ്മാതി, ഞാൻ വർദ്ധിപ്പിക്കും. വബുലുൽ അമൽ, ഞാൻ പ്രതീക്ഷ കൂട്ടുന്നു. ഓക്കെ, സിമ്പിളല്ലേ? ഓക്കെ, ഇത്രയാണ് അതിൽ മക്കൾക്ക് ചെയ്യാനുള്ളത്. അത് നന്നായിട്ട് എഴുതുക കേട്ടോ. ഇനി അതുപോലെ ഇതിൽ നമ്മൾ ഈ ഷുർത്തി ഹത്ത് വൃത്തിയായിട്ട് ഷുർത്തിയു യഅ്മലു ഫി മഖ്ഫരി ഷുർത്ത എന്ന് താഴത്തുനിന്ന് മുകളിലോട്ട് എഴുതണം കേട്ടോ. താഴത്തുനിന്ന് മുകളിലോട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ യൂണിറ്റ് കഴിഞ്ഞു. പക്ഷേ അത് അടുത്ത ക്ലാസ്സിൽ സാറ് അടുത്ത യൂണിറ്റ് പഠിപ്പിക്കാം. അപ്പോൾ മക്കൾ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അത് നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക കേട്ടോ. പഴയ ക്ലാസ്സുകളൊക്കെ ഈ ചാനലിൽ തന്നെ എന്താണ് 4th സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന് പറഞ്ഞാൽ പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട്, മക്കൾ പോയി കാണണം. ഓക്കെ, വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.